ചൈനീസ് വാസ്തുവിദ്യയുടെ മഹത്വവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഫെങ് ഷുയി. ഫെങ് ഷുയി സെഗ്മെന്റിലേക്ക് എല്ലാ ലേഡീസ് അവർ പ്രേക്ഷകർക്കും സ്വാഗതം. ഫെങ് ഷുയി സംബന്ധമായ ചൈനീസ് വാസ്തുവിദ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ എത്തിയിട്ടുള്ളത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, നമ്മൾ സംസാരിക്കുന്നത് ഇത്തവണ ഈ ഫെങ് ഷുയി കലണ്ടറിനെ കുറിച്ചാണ്. ഓരോ വർഷവും ഇങ്ങനെ ഇയർലി കറക്ഷൻസ് അതിനുണ്ടാകേണ്ടതുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നതെന്നൊന്ന് പറയാമോ? ഈ ഫെങ് ഷുയിൽ തന്നെ നമുക്ക് ചൈനീസ് കലണ്ടർ എന്ന് പറയുമ്പോൾ ഫെബ്രുവരി ടു ഫെബ്രുവരിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരു വർഷം നമ്മളൊരു വീട് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത വർഷമാകുമ്പോൾ നമുക്കൊരു ചെറിയ റീകറക്ഷൻ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോ വീടിനും നമുക്ക് റീകറക്ഷൻ, കാരണം വച്ചിരിക്കുന്ന ഫെങ് ഷുയുടെ ടൂളുകൾ ആ പൊസിഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്ത് വെക്കേണ്ടത് ആവശ്യം വരും. അപ്പം ഈ വർഷം നമുക്കത് വരുന്നത് ഫെബ്രുവരി 5 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 2016 കാലഘട്ടങ്ങളിൽ വച്ചിരിക്കുന്ന ഐറ്റങ്ങളെല്ലാം അതേപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒത്തിരി ദോഷങ്ങൾ നമുക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫെബ്രുവരി 5 കഴിയുമ്പോൾ നമുക്ക് ഓരോ പൊസിഷൻസിലും വച്ചിരിക്കുന്ന സാധനങ്ങളുടെ ചേഞ്ചിങ് ഉണ്ട്. അതിനകത്ത് ഓരോ ഭാഗങ്ങൾ എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യുന്ന കാര്യം വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈയിങ് സ്റ്റാർ ഫെങ് ഷുയി. ഫ്ലൈയിങ് സ്റ്റാർ എന്ന് പറയുമ്പോൾ അതിൽ പറയുമ്പോൾ തന്നെയുണ്ട് പറന്നുകൊണ്ടിരിക്കുന്ന ഫെങ് ഷുയുടെ സ്റ്റാർസ്. അപ്പോൾ അതേപോലെ ഈ ഓരോ മാസത്തിലും ഓരോ വർഷത്തിലും ഓരോ ദിവസത്തിലും ഓരോ മണിക്കൂറിലും ഇതിന് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. വ്യത്യാസം വരുന്നു പറഞ്ഞാൽ ഓരോ ഫ്ലൈയിങ് സ്റ്റാർ എന്ന് പറയുമ്പോൾ ലോഷോ സ്ക്വയർ എന്ന് പറഞ്ഞ സ്ക്വയർ ഉണ്ട്. കഴിഞ്ഞ പല ഇതിന് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ചാർട്ടുണ്ട്. ആ ചാർട്ട് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഈ നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിൽ നിന്ന ഡയറക്ഷൻ എങ്ങനെയാണ്, അതനുസരിച്ച് എത്ര ഡിഗ്രി ആംഗിളിലാണ് വരുന്നത്, അത് വച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ആ ചാർട്ടിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് റെഡിയാക്കുന്നത്. ഫുൾ കാൽക്കുലേഷനാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓരോ റൂമുകൾ ഏതൊക്കെ പൊസിഷനിലാണ് നിൽക്കുന്നത്, വരുന്ന 20 വർഷത്തേക്ക് എങ്ങനെ ആ ഒരു പീരീഡുണ്ട്. ഓരോ പീരീഡാണ് പറഞ്ഞിട്ട് പീരീഡ് 6, 8, 9, 7 ഇങ്ങനെയൊക്കെയുള്ള പീരീഡുണ്ട്. ഇപ്പം പീരീഡ് 8ലാണ് നിൽക്കുന്നത്. 2024 വരെ പീരീഡ് 8ആണ്. 20 വർഷമാണ്. അതായത് 2004 മുതൽ 2024 വരെയുള്ള ആ ഒരു പീരീഡ്. അപ്പോൾ ഈ പീരീഡ് 8 എന്നാണ് പറയുന്നത്. അപ്പോൾ 8 എന്ന് പറയുന്ന ആ ഒരു സംഖ്യ അല്ല, അതിനെ വളരെ ബൂസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരിതാണ് പീരീഡ് 8. അതേപോലെ തന്നെ അത് 20 വർഷത്തേക്കുള്ള. അതിൽ പിന്നെ ഇയർലി കറക്ഷൻസാണ് വരുന്നിട്ടുള്ളത്. അത് ഈ ഫെബ്രുവരി 5 മുതലാണ് വരുന്നത്. അതിൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ളതിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടൊരു ആവശ്യങ്ങൾ പ്രാവശ്യമുണ്ട്. അതിൽ ഒന്നാമത് നമ്മൾ നോക്കുമ്പോൾ തെക്ക് ഡയറക്ഷൻ. തെക്കിൽ ഇപ്പം സ്റ്റാർ വരുന്നത് 5 എന്ന് പറയുന്നൊരു സ്റ്റാറാണ് ഇപ്പോൾ തെക്കിൽ. ഈ 5 എന്ന് പറയുന്ന സ്റ്റാർ ഓരോ ഡയറക്ഷനും ഓരോ സ്റ്റാർ ഉണ്ടോ? അതെ, ഓരോ ഡയറക്ഷനിലും ഓരോ അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഓരോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 5 എന്ന് പറയുന്നതാണ് സെൻട്രൽ പോയിന്റിൽ വരുന്നത്. അതാണ് റൊട്ടേറ്റ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ അത് വന്നിട്ടുള്ളത് സൗത്ത് സൈഡിലാണ്. അപ്പോൾ സൗത്തിൽ 5 വരുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട്. അതായത് ഒരു വീടിൻ്റെ ഡയറക്ഷൻ തെക്കാണ്. ആ തെക്ക് ഡയറക്ഷനിലെ വീടിൽ നമ്മൾ ഈ 5 എന്ന് പറയുന്ന കോമ്പിനേഷനാണ് അവിടെ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പ്രോബ്ലം ഇല്ലായിരുന്നു. നല്ല വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആവുക, എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നവർക്ക് ഈ വർഷം ഫെബ്രുവരി 5 കഴിയുമ്പോൾ ഗ്രാജുവലി പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് തുടങ്ങാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഫ്ലൈയിങ് സ്റ്റാറിലുണ്ടാകുന്ന ആ ഒരു 5 എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ആ റൊട്ടേറ്റ് ചെയ്ത് ഫ്ലൈയിങ് സ്റ്റാർ ഫെങ് ഫ്ലൈ ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ നമുക്ക് എഫക്റ്റ് ചെയ്യും. അത് വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് നോക്കി കൈകാര്യം ചെയ്ത് കൊണ്ടുപോയില്ല എങ്കിൽ ഒത്തിരി ദോഷം നമുക്ക്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൗത്ത് സൈഡ് എന്ന് പറയുന്നത് ഒരു വീട്ടിലുള്ള ആൾക്കാരുടെ പ്രശസ്തിയെ അല്ലെങ്കിൽ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടേണ്ട ഒരു അവസ്ഥയെ ബൂസ്റ്റ് ചെയ്തെടുക്കുന്നൊരു സ്ഥലമാണ് അവിടെ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അങ്ങനെ ബൂസ്റ്റ് ചെയ്തെടുക്കുന്നിടത്ത് ഈ 5 എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു നെഗറ്റീവ് സ്റ്റാറാണ്. നമുക്ക് എന്തിനും ദോഷങ്ങൾ ഉണ്ടാക്കി തരുവാനുള്ള സ്റ്റാറാണ് 5. അത് ആ ഭാഗത്ത് വരുമ്പോൾ ഒന്ന് പ്രശസ്തി നഷ്ടപ്പെടും. നമ്മളിപ്പോൾ എവിടെയെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ശത്രുത കൂടുവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം
നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ നമ്മളെ ശത്രുത മനോഭാവത്തിൽ നമ്മളെ കൈകാര്യം ചെയ്യും. നമ്മൾ മനസ്സോ വചോ അറിയാത്ത കാര്യങ്ങൾ പോലും അവർ നമ്മളിൽ നെഗറ്റീവ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ചാൻസ് ഈ തെക്ക് ഡയറക്ഷനിലുള്ള വീടുകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകും. മാത്രമല്ല തെക്ക് ഭാഗത്തുള്ള റൂം ഉപയോഗിക്കുന്നവർക്കും ഇപ്രാവശ്യം അതുണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ തെക്ക് സൈഡിൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് മീൻസ് നല്ല റെഡ് കളർ ലൈറ്റൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതൊന്നും ഉപയോഗിക്കാൻ അവിടെ പാടില്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറഞ്ഞു, ഇപ്പോൾ എന്തിനാ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനാണ് വ്യക്തമായിട്ട് പറഞ്ഞതെന്ന്. വർഷം തോറും മാറിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷുയി മുഖേനയുള്ള ഒരു കറക്ഷനാണത്. അപ്പോൾ ആ ഭാഗത്ത് കൂടുതൽ റെഡ് കളറൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ആഡ് ചെയ്യാൻ പറഞ്ഞു. ഇപ്രാവശ്യം അത് വളരെ കുറച്ച് ചെയ്യാൻ പാടുള്ളൂ. അവിടുത്തെ റെമഡി എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ്, ചെടികൾ ഒത്തിരി. ഇപ്പം തെക്ക് ഡയറക്ഷനിലെ വീടാണെങ്കിൽ ആ തെക്ക് ഭാഗത്ത് ഒത്തിരി ചെടികൾ പച്ചപ്പ് ഒത്തിരി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ 5 എന്ന് പറയുന്ന അതിനെ കുറയ്ക്കുവാനുള്ള കഴിവ്, ആ നെഗറ്റീവ്, ആ ദോഷത്തെ കുറയ്ക്കുവാൻ അതിന് പറ്റും. ചെടികൾക്ക് സാധിക്കും. ബെഡ്റൂമിൽ ചെടി വയ്ക്കാൻ പാടില്ല. അപ്പോൾ ബെഡ്റൂമിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഗ്രീൻ കളർ ഷെയ്ഡ്, അത് ബെഡ്ഷീറ്റ്, പില്ലോ കവർ, കാർട്ടൻസൊക്കെ ഗ്രീൻ ഷെയ്ഡിലുള്ള ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തെ തെക്ക് ഭാഗം, തെക്കോട്ട് ദർശനമുള്ള വീടും അല്ലെങ്കിൽ തെക്ക് ഡയറക്ഷനിൽ നമ്മൾ കിടക്കുന്ന ആൾക്കാർ, ചില വീടുകളിലൊക്കെ തെക്ക് ഭാഗത്തായിരിക്കും അവർ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ റൂമിൽ കിടക്കുന്നവർക്കൊക്കെ ഒത്തിരി ഈ ഒരു പ്രശ്നങ്ങൾ കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കുവാൻ അതിൽ സാധിക്കും. അതുകൊണ്ട് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ഉപയോഗിക്കാം. ചില വീടുകളിലൊക്കെ തെക്ക് ഭാഗത്ത് ലിവിങ് റൂമിൻ്റെ തെക്ക് ഭാഗത്തൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ദോഷത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഈ 5 എന്ന് പറയുന്ന ഇത് വരുന്നിടത്ത് തന്നെ അസുഖങ്ങളൊക്കെ വരുവാനുള്ള ചാൻസ് ഒക്കെ കൂടുതലുണ്ട്. 2-5 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണ് ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷുയിൽ ഏറ്റവും നെഗറ്റീവായിട്ടുള്ളൊരു കോമ്പിനേഷൻ. അതാണോ ഈ വർഷം തെക്ക് ഭാഗത്ത് വരുന്നത് 5 മാത്രമേ വരുന്നുള്ളൂ. അത് ചില മാസങ്ങളിൽ അത് 2 കൂടെ അവിടെ ആഡായി വരും. അപ്പം ആ ചില മാസങ്ങളൊക്കെ അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള തെക്ക് ഭാഗത്തുള്ള ദർശനമുള്ള വീടുകാർ മാറി പോകണമെന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. ആ ഭാഗത്ത് കൂടുതൽ പ്ലാന്റ്സ് ഉപയോഗിക്കുക, അവിടെ തന്നെ കുറച്ച് കൂടുതലായിട്ട് പച്ച കളർ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെക്ക് ഡയറക്ഷനിലുള്ള വീടുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒത്തിരി നല്ലതായിരിക്കും. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തിലാണെങ്കിൽ തെക്കൊക്കെ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലയിടത്തും. അപ്പോൾ അതൊക്കെ കുറേ ഒഴിവാക്കണം. പിന്നെ മിക്ക വീടുകളുടെയും ഈസ്റ്റ് ഡയറക്ഷനിലുള്ള വീടുകളിലൊക്കെ തെക്ക് ഭാഗത്ത് വരുന്നതെന്ന് വെച്ചാൽ ചില വീടുകളിലൊക്കെ ടോയ്ലറ്റൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ടോയ്ലറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെന്ന അതേ റെമഡി തന്നെ നമുക്ക് ചെയ്താൽ മതി. ലൈറ്റ് ഡിം ചെയ്ത് ഉപയോഗിക്കുക. ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് ആ ടോയ്ലറ്റിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെച്ച് കഴിഞ്ഞാൽ തെക്ക് ഭാഗത്തുള്ള ആ ഒരു ദോഷത്തെ മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷുയി തെക്കാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു മനുഷ്യൻ്റെ എന്താ പറയുക, ഇന്ത്യൻ വാസ്തു അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ പോലും അത് യമൻ്റെ ദിക്കാണത്, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ ഭാഗം വളരെ നല്ല രീതിയിൽ കെയർ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കാര്യത്തിലും സക്സസ് ആവാൻ പറ്റുള്ളൂ. പക്ഷേ ഈ വരുന്ന 2017 ഫെബ്രുവരി 5 മുതൽ ആ ഭാഗം വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോയില്ല എങ്കിൽ നമുക്ക് ഒത്തിരി ദോഷങ്ങളുണ്ടാകും. ഈ യമന്റെ ഭാഗമാണെന്നുള്ളത് ഇന്ത്യൻ വാസ്തു അനുസരിച്ച് നമുക്ക് ഓരോ ദിക്കുകളുടെയും ഓരോ ഇതുണ്ടല്ലോ. അപ്പം ഈ എന്താ പറയുക, പിതൃക്കളുടെ സ്ഥാനമാണ് തെക്ക്. അതുകൊണ്ടാണോ നമ്മൾ തെക്കോട്ട് തലവെച്ച് കിടക്കരുത്? തെക്കോട്ട് തലവെച്ച് കിടക്കരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല. തെക്കോട്ട് തലവെച്ച് കിടക്കുന്നതാണ് ഒരു കണക്ക് നോക്കിയാൽ ഏറ്റവും നല്ലത്. കാരണം നോർത്തിൽ നിന്നൊരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ തെക്ക് തലവെച്ച് കിടന്നാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ സ്മൂത്തായിട്ട് നടക്കുമെന്ന് ഡോക്ടേഴ്സ് പലതും പറയാറുണ്ട്. നല്ലതാണ്. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് നോട്ട് ചെയ്തിട്ട് വിളിക്കുക. വിശദമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു തരാം. പറ്റുമെങ്കിൽ വീട്ടിൽ വന്ന് കറക്റ്റ് ചെയ്ത് തരാം. അല്ല ഡയറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ട്രിവാൻഡ്രം വെഞ്ഞാറമൂട് ഇലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേര ക്ഷേത്രത്തിൽ ഞാനുണ്ടാവും. അവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. നമസ്കാരം.